എന്നെക്കാട്ടി പൊക്കമുള്ളൊരു ഫ്രിഡ്ജ്. ഇതിൻ്റെ ഫ്രീസർ ഞാൻ ക്ലീൻ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നതെന്നറിയോ? ഒരു സ്റ്റൂൾ എടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത്. ഫ്രിഡ്ജ് വാങ്ങിയപ്പോൾ ഒരു ആഡംബരത്തിന് പൊക്കമുള്ള ഫ്രിഡ്ജൊക്കെ വാങ്ങിയെങ്കിലും ഫ്രീസറിനകത്തുനിന്ന് എന്തെങ്കിലും എത്തിയെടുക്കണമെങ്കിൽ എനിക്ക് സ്റ്റൂളിട്ടാലേ കയറി എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് പൊക്കമില്ലാത്തതിന് ഫ്രിഡ്ജ് എന്ത് ചെയ്യാനാണ്? ഫ്രിഡ്ജ് പൊളിയാട്ടോ. ഫ്രീസറുണ്ട്, അല്ലാതെ ഒരെണ്ണമുണ്ട്. പിന്നെ വെജിറ്റബിൾസ് വെക്കാൻ വേറൊരു ഡ്രോയറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫ്രിഡ്ജ് പൊളിയാണ്. പിന്നെ ഇത് ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ചീപ്പാണ്. ഞാൻ 1-2 വീഡിയോസ് ഈ ഒരു ചീപ്പിനെ പറ്റി കണ്ടു. ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ചീകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ എനിക്കും ചീമിക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് അങ്ങനെ ഉടക്ക് വരത്തില്ല, മുടിയിൽ കെട്ട് വീഴത്തില്ല. അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് കോതിയെടുക്കാം. ഹെയർ ഫോൾ ഉണ്ട്, അത് വിടൂ. പക്ഷേ വേദയ്ക്കും അമ്മയ്ക്കും ഒക്കെ നല്ല തിക്കായിട്ടുള്ള ഹെയറാണ്. അമ്മയുടെ ഹെയർ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ചീപ്പും സെറ്റ് ആവില്ല കേട്ടോ. അമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ചീപ്പ് വാങ്ങി, ആ ചീപ്പ് അല്ലാതെ അമ്മ വേറെ ഒരു ചീപ്പ് ഉപയോഗിക്കത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് ആ ചീപ്പേ പറ്റത്തുള്ളൂ. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ 2-3 റീൽസ് ഈ ഒരു ചീപ്പിനെ പറ്റി വരുന്നത്. അങ്ങനെ അമ്മയ്ക്കും ഒന്ന് ഓർഡർ ചെയ്തു, വേദയ്ക്കും ഒന്ന് ഓർഡർ ചെയ്തു. 2 പേരും ഉപയോഗിച്ചിട്ട് അടിപൊളി ചീപ്പെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ വർഷങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ചീപ്പിനെ മാറ്റിയിട്ട് ഇതിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല ചീപ്പാണ് എന്ന് അവർ പറയുന്നു. ഞാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയത്തില്ല. എന്തായാലും പ്രോഡക്റ്റ് വേണമെങ്കിൽ യൂട്യൂബിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം, അല്ല ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ഇൻബോക്സിൽ ഡയറക്റ്റ് ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചീപ്പ് പൊളിയാണെന്നാണ് അമ്മയും വേദയും പറയുന്നത്. അമ്മ ആ ചീപ്പ് മാറ്റി അമ്മയെ കൊണ്ട് അതിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏത് മുടിക്കും പറ്റും. കാരണം അമ്മയുടെ മുടി അങ്ങനത്തെ മുടിയാണ് കേട്ടോ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഒരുപാട് നാൾ നമ്മുടെ നാരങ്ങ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ അങ്ങനെ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് നമ്മുടെ മദാമ ഉണ്ടല്ലോ, ഓൾഗ, അവർ പറഞ്ഞു തന്ന ഒരു ടിപ്പാണ് കേട്ടോ. എത്ര ഒരു 6-7 മാസം, ഒരു വർഷം വരെയും ഈ നാരങ്ങ ചീത്തയാക്കാണ്ടിരിക്കും. അതാദ്യം നമ്മൾ നാരങ്ങ വാങ്ങുക, ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കുക, പിഴിഞ്ഞ് ചാറ് മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ, കുരുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്. എന്നിട്ട് ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കുക. ശ്രദ്ധിക്കുക, ഗ്ലാസ് ബോട്ടിൽ, ചില്ല് ബോട്ടിൽ തന്നെ എടുക്കുക. പൊട്ടുന്ന ടൈപ്പ് ചില്ല് ബോട്ടിൽ തന്നെ എടുത്തിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അതിലേക്ക് ഒഴിച്ച് മൂടി ഫ്രിഡ്ജിൽ വച്ചാൽ ഒരു വർഷം വരെയും ഈ നാരങ്ങ നീര് കേട് കൂടാണ്ടിരിക്കും. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഒന്നും ഉണ്ടാകത്തില്ല. ആവശ്യാനുസരണം എടുക്കാം, നമുക്ക് കലക്കാം, കുടിക്കാം, അല്ലെങ്കിൽ എന്ത് വേണം ചെയ്യാം. പിഴിയാനും എടുക്കാനും എപ്പോഴും നിൽക്കാനൊന്നും വേണ്ടല്ലോ. ഓൾറെഡി പിഴിഞ്ഞങ്ങ് വച്ചിരുന്നാലേ എന്ത് സുഖമാണ്, ചീത്തയാകത്തുമില്ല. ഇനി അടുത്ത കഥ എന്താണെന്ന് വെച്ചാൽ വേദയുടെ കുറച്ച് കോപ്രായങ്ങളാണ്. ആക്ച്വലി ഇതുവരെ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാനായിട്ടിരുന്നതാണ്. അപ്പോൾ വേദത ഇതൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ കരുതി പാവമല്ലേ കൊച്ചെ, അവളുടെ ഇഷ്ടത്തിന് എടുത്തതല്ലേ, എന്നാൽ പിന്നെ ഇതുകൂടെ കിടന്നോട്ടെ എന്ന്. ഇത് വേറൊന്നുമില്ല, അവളുടെ കയ്യിൽ കുറച്ച് നെയിൽ പോളിഷ് ഇട്ടിട്ട് ആ ഇട്ട ഷോ കാണിക്കുകയാണ്. എന്തോ അവൾക്ക് ഭയങ്കര കൊതി നെയിൽ പോളിഷ് ഇടാനായിട്ട്. അങ്ങനെ കുറച്ച് വാരി പൂശിയിട്ട് ഉള്ള ഷോയാണ് നിങ്ങൾ കാണുന്നത്.